ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഹോക്ക് മിസൈൽ, ഹെപ്പറ്റൈറ്റിസ്, ഗോഡ് പാർട്ടിക്കിൾ, ക്യൂറേറ്റീവ് ജൂറിസ്ഡിക്ഷൻ, വൺ ഹെൽത്ത്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബോട്സ്വാന. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോക്ക് മിസൈലിനെ കുറിച്ചാണ്. ഈ ഹോക്ക് മിസൈൽസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ യുക്രൈനിന് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഏരിയൽ ആക്രമണങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഈ ഹോക്ക് മിസൈൽസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഹോക്ക് മിസൈൽസ് എന്ന് പറയുന്നത് 1960 തൊട്ട് അമേരിക്കൻ സേനകൾ ഉപയോഗിക്കുന്ന ഒരു സർഫസ് ടു എയർ മിസൈലാണ്. അതായത് ശത്രു രാജ്യങ്ങളുടെ ഏരിയൽ ടാർഗറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് ഹോക്ക് എന്ന് പറയുന്നത്. ഈ ഹോക്കിന്റെ ഫുൾ ഫോം ആയിട്ട് പറയാറുള്ളത് ഹോമിംഗ് ഓൾ ദ വേ കില്ലർ എന്നാണ് ഹോക്കിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് പറയാറുള്ളത്. ഇപ്പോൾ അമേരിക്കൻ സൈന്യമൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒരു പ്രീഡെസസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഹോക്കിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈറ്റിയോൺ എന്ന് പറയുന്ന അതേ കമ്പനി തന്നെയാണ് ഹോക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സർഫസ് ടു എയർ മിസൈലാണ്, ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ്. 1959 തൊട്ട് US ആർമി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തിന്റെ ഒരു പ്രീകേഴ്സർ ആയിട്ട് ഇതിനെ പറയാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഈ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹെപ്പറ്റൈറ്റിസ് ബേർഡിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും അധികം ഹെപ്പറ്റൈറ്റിസ് ഉള്ള ബേർഡിനുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ ഇതിനെക്കുറിച്ച് WHO ഒരു റിപ്പോർട്ട് റീസെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ലിവറിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. അത് പല പല വൈറൽ ഡിസീസ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഇൻഫെക്ഷസ് വൈറസസ് കാരണം ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റഡ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. പലപ്പോഴും ഇത് മരണത്തിന് വരെ, സിവിയർ കേസിൽ മരണത്തിന് വരെ കാരണമാകുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസിന് പ്രധാനമായിട്ടും കാരണമാകുന്ന ഒരു വൈറസ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസിനകത്ത് ബേസിക്കലി 5 സ്ട്രെയിൻസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ട് പ്രധാനമായിട്ടും. അതിനെ ABCDE എന്നാണ് വിളിക്കാറുള്ളത്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് D അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C എന്നൊക്കെയാണ് അതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഹെപ്പറ്റൈറ്റിസിന്റെ ഈ പറയുന്ന ഡിസീസ് ബേർഡൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഹെപ്പറ്റൈറ്റിസിനെ 2030 ആവുന്നതോടുകൂടി ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ WHO റിപ്പോർട്ടിനകത്തൊക്കെ അതിനെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. ഇനി ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് അസുഖങ്ങൾ എങ്ങനെയാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഈ വൈറസുകൾ എങ്ങനെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് E എന്നീ 2 സ്ട്രെയിൻസിന്റെ കേസിൽ അത് പ്രധാനമായിട്ടും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ കുടിക്കുന്നതിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് Aയും Eയും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. ഇനി അത് കൂടാതെ ഈ ഹെപ്പറ്റൈറ്റിസ് ഇയുടെ കേസിൽ ഈ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, അതായത് പൂർണ്ണമായിട്ടും വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെയും ഈ ഹെപ്പറ്റൈറ്റിസ് ഇ പടരാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഹെപ്പറ്റൈറ്റിസ് B, C, D എന്നീ 3 സ്ട്രെയിൻസിന്റെ കേസിൽ അത് പ്രധാനമായിട്ടും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത്, എക്സ്പോഷർ വരുന്ന സമയത്താണ് ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഡിയോ ഒക്കെ പകരുന്നത്. അതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഡിയുടെയും കേസിൽ മറ്റുള്ള ബോഡിലി ഫ്ലൂയിഡ്സിലൂടെയും ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും ഡിയും പകരാനുള്ള സാധ്യത ഉണ്ട്. ഉദാഹരണത്തിന് ഈ ഡ്രഗ് നീഡിൽസ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി, ഇതിലൂടെയൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഡിയും സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗോഡ് പാർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ ദൈവകണം എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ ഗോഡ് പാർട്ടിക്കിളിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ആദ്യം തിയറൈസ് ചെയ്തിട്ടുള്ള 1960s ഇതിനെക്കുറിച്ച് പഠിച്ച് ഇത്തരത്തിലൊരു പാർട്ടിക്കിളിന്റെ എക്സിസ്റ്റൻസിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫിസിസിസ്റ്റ് ആണ് പീറ്റർ ഹിഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പീറ്റർ ഹിഗ്സ് ഇപ്പോൾ റീസെന്റ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഗോഡ് പാർട്ടിക്കിൾ അറിയപ്പെടുന്നത്. ഹിഗ്സ് ബോസോൺ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹിഗ്സ് ബോസോണിന് എങ്ങനെയാണ് ഈ ഗോഡ് പാർട്ടിക്കിൾ എന്നുള്ള പേര് വന്നത് എന്ന് ചോദിച്ചാൽ 1990കളിൽ ഒരു ലിയോൺ M. ലീഡർമാൻ എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റ് എഴുതിയിട്ടുള്ള ബുക്ക് ഉണ്ട്, ദ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. അത് ഹിഗ്സ് ബോസോണിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ആ ബുക്കിന്റെ പേരിൽ നിന്നാണ് ശരിക്കും ഹിഗ്സ് ബോസോണിന് ഗോഡ് പാർട്ടിക്കിൾ എന്നുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നെയിം വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 1960കളിലാണ് ഇതിനെക്കുറിച്ച് ഈ പീറ്റർ ഹിഗ്സ് പഠനങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇതിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യപ്പെടുന്നത് 2012 ഈ യൂറോപ്പിലുള്ള സേണിന്റെ കീഴിലുള്ള ഒരു വലിയൊരു ലബോറട്ടറി ഉണ്ട്, ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LHC എന്ന് പറയുന്ന ഒരു ലബോറട്ടറി ഉണ്ട് നമ്മുടെ ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും ഒക്കെ ബോർഡർ ഏരിയയിൽ
സ്ഥിതി ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റിൽ ഇതിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത വർഷം 2013 ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തലിന് സഹായകമായിട്ടുള്ള രീതിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ആദ്യം പഠനം നടത്തിയിട്ടുള്ള ഈ പറയുന്ന പീറ്റർ ഹിഗ്സിനൊക്കെയാണ് 2013 നോബൽ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി. ഈ ഹിഗ്സ് ബോസൺ എന്ന് പറയുന്നത് ഈ ഹിഗ്സ് ഫീൽഡിനകത്തുള്ള ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ക്യാരിയിങ് പാർട്ടിക്കിൾ ആണത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ കാരണമാണ് മറ്റുള്ള പാർട്ടിക്കിൾസിന് അതിന്റെ മാസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീൽഡിനെ കുറിച്ചും ഇതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചും മിഡ് 60s, അതായത് 1960കളുടെ പകുതിയിലൊക്കെ പീറ്റർ ഹിഗ്സ് ആണ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ 2 കൊളീഗ്സും ആണ് ഈ പഠനങ്ങൾ നടത്തുന്നത്. സോ അപ്പോൾ അവരുടെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പാർട്ടിക്കിൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മോഡലിൽ നോക്കുകയാണെങ്കിൽ ഹിഗ്സ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു 0 സ്പിന്നുള്ള മാസീവ് സ്കേലർ ബോസോൺസ് ആണെന്നാണ് പറയുന്നത്. പലപ്പോഴും അതിന് പോസിറ്റീവ് പാരിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇലക്ട്രിക് ചാർജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോ കളർ ചാർജ്, അതായത് കളർ ചാർജും ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള പാർട്ടിക്കിളുകളിലേക്ക് ഇത് ജനറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റുള്ള പാർട്ടിക്കിളിലേക്ക് ഡീകേ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ബോസോൺ ആണ്, അല്ലെങ്കിൽ പാർട്ടിക്കിളാണ് ഈ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ക്യൂറേറ്റീവ് ജൂറിസ്ഡിക്ഷൻ ആണ്. ഇപ്പോൾ ഡൽഹി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് റീസെന്റ് വന്നിട്ടുള്ള ഒരു കേസിനകത്ത് ഈ ക്യൂറേറ്റീവ് ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ക്യൂറേറ്റീവ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഒരു വിധിക്കെതിരായിട്ട് ആ വിധിനെ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ആ റിവ്യൂ പെറ്റീഷൻ. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ക്യൂറേറ്റീവ് ജൂറിസ്ഡിക്ഷൻ ആണ്. സോ ക്യൂറേറ്റീവ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരു റിവ്യൂ ജൂറിസ്ഡിക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അതായത് ബേസിക്കലി സുപ്രീം കോടതിയുടെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ ഓർഡറോ ഒക്കെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീകൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂറേറ്റീവ് പെറ്റീഷനെ കുറിച്ച് ബേസിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തൊന്നും ഒരിടത്തും എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പലപ്പോഴും ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാറുള്ളത് ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നു അതിനെതിരായിട്ട് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു, അതിനും ശേഷം ഓക്കെ അത് ഫൈനൽ കൺവിക്ഷൻ വരിക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്തതിനു ശേഷം അതിനുശേഷം വരുന്ന ഒന്നാണ് ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്യൂറേറ്റീവ് പെറ്റീഷന്റെ ഒരു ഒറിജിനൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സോഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 137 ആർട്ടിക്കിൾ 137 കാണാൻ പറ്റും. അപ്പോൾ ആർട്ടിക്കിൾ 137 പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 145 അനുസരിച്ച് സുപ്രീം കോടതിക്ക് ഇത്തരത്തിൽ വന്നിട്ടുള്ള ജഡ്ജ്മെന്റുകളോ അല്ലെങ്കിൽ ഓർഡറുകളോ ഒക്കെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ ഫൈനൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഓർഡർ വന്ന് 30 ദിവസത്തിനകത്ത് ഇത് ഫയൽ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇതൊരു ജുഡീഷ്യൽ ഇന്നോവേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഗ്രേവ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിനകത്ത് ഒരു ഗ്രേവ് ഇൻജസ്റ്റിസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെഷർ ആയിട്ടാണ് ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ വരാറുള്ളത്. ഈ ക്യൂറേറ്റീവ് പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്ട് ചെയ്യുന്നതൊക്കെ ടു എ ലാർജർ എക്സ്റ്റെന്റ് സുപ്രീം കോടതിയുടെ ഡിസ്ക്രിഷണറി പവർ ആണെന്നും കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വൺ ഹെൽത്ത് അപ്രോച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വൺ ഹെൽത്ത് അപ്രോച്ചിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പും ഇപ്പോൾ ഈ G20 സമ്മിറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താണ് വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മുടെ പ്രകൃതി അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്ങിൽ ജീവിക്കുന്ന മറ്റുള്ള ജീവജാലങ്ങൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യവും നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ COVID-19 പാൻഡമിക് നോക്കിക്കഴിഞ്ഞാൽ ആ COVID-19 എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിയിട്ടുള്ളത് മറ്റുള്ള ആനിമൽസിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഹ്യൂമൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, കുറച്ചും കൂടി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഹെൽത്ത് അപ്രോച്ചിനെയാണ് ഈ വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയാം. ഇതിനകത്ത് ഹെൽത്ത് ഓഫ് ഹ്യൂമൻസ്, ഹെൽത്ത് ഓഫ് ആനിമൽസ്, പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഇതിന്റെ ഷെയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഇതെല്ലാതും കൂടി ഈ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയാം. അപ്പോൾ ഈ വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയുന്നത് ശരിക്കും പുതിയ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഈ വാക്ക് കേട്ട് വരുന്നത് റീസെന്റ് ആണെങ്കിലും ഇത്തരത്തിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്രോച്ച് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണം എന്നുള്ളതിന്റെ പഴയ കാലത്തെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ക്രൈസ്റ്റിനൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന 460 BC ജീവിച്ചിരുന്ന ഹിപ്പോക്രാറ്റസിന്റെ പല റൈറ്റിംഗ്സിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ചില ആർട്ടിക്കുലേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ പബ്ലിക് ഹെൽത്തും ക്ലീൻ എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 19th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ജർമ്മൻ ഫിസീഷ്യനും അതുപോലെ തന്നെ പാത്തോളജിസ്റ്റ് വരുന്ന റുഡോൾഫ് വീർഷോ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്
ബിറ്റ്വീൻ ആനിമൽ ആൻഡ് ഹ്യൂമൻ മെഡിസിൻ ദർ ഇസ് നോ ഡിവൈഡിങ് ലൈൻസ് നോർ ഷുഡ് ദർ ബി എന്ന് പറയുന്നുണ്ട്. അതായത് അനിമൽസിൻ്റെയും ഹ്യൂമൻസിൻ്റെയും മെഡിസിൻ്റെ കേസിൽ ഒരു ഡിവൈഡിങ് ലൈന് പാടില്ല എന്ന് പറയുന്നത്. കാരണം ഈ രണ്ട് ഹെൽത്തും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെറ്റനറിയൻ ആയിരുന്ന ജെയിംസ് സ്റ്റീല്, അതുപോലെ തന്നെ കാൽവിൻ ഷ്വാബ് എന്നൊക്കെ പറയുന്ന ആളുകളും സിമിലർ ആയിട്ടുള്ള, അതായത് അനിമൽസിനും ഹ്യൂമൻസിനും സംബന്ധിച്ചിടത്തോളം എക്കോളജി വളരെ വാല്യൂബിൾ ആണ് അനിമൽസിൻ്റെയും ഹ്യൂമൻ ഹെൽത്തിൻ്റെയും കേസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൺ ഹെൽത്ത് അപ്രോച്ച് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ കുറച്ചൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. എസ്പെഷ്യലി അതുപോലെ തന്നെ G20 ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൺ ഹെൽത്ത് അപ്രോച്ചിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കാണുന്ന ഈ പോപ്പുലേഷൻ ഗ്രോത്ത്, അർബനൈസേഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതൊക്കെ ബയോഡൈവേഴ്സിറ്റിക്കും എക്കോസിസ്റ്റത്തിനകത്തൊക്കെ ഉള്ള ഡാമേജുകൾ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ചേഞ്ചസ് വരുന്ന സമയത്ത് അത് പലപ്പോഴും ഈ സൂണോസിസുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതായത് അനിമൽസും ഹ്യൂമൻസും കോമൺലി ഷെയർ ചെയ്യുന്ന അസുഖങ്ങളുടെ എണ്ണം ഇതോട് കൂടിയിട്ട് കൂടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് റിസർച്ചേഴ്സ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 60% വരുന്ന എമേർജിങ് ഡിസീസസ് അത് സൂണോട്ടിക് നേച്ചറിലുള്ളതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബേർഡ് ഫ്ലൂ, ഇബോള, റാബീസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള മിസ്യൂസും ഓവർ യൂസും കാരണം മനുഷ്യർ വലിയ രീതിയിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി സെക്യൂരിറ്റി ഉണ്ട്, വെക്ടർ ബോൺ ഡിസീസസിന്റെ കൺട്രോൾ, ഇങ്ങനെയുള്ള കുറേ മേജർ ചാലഞ്ചസ് അല്ലെങ്കിൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ വൺ ഹെൽത്ത് അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ഡിഫറെന്റ് സെക്ടേഴ്സിനകത്ത് റിസോഴ്സസിന്റെ റിക്വയർമെന്റുകൾ ഇത് വലിയ രീതിയിൽ കുറക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. കാരണം ഡിഫറെന്റ്, ഇപ്പോൾ നമ്മൾ വെറ്റിനറി സയൻസ് ഉണ്ട്, മെഡിക്കൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ വെറ്റിനറി ഹോസ്പിറ്റൽസും നമ്മുടെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസും റിസർച്ച് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാവും. ഇതിനിടയിലുള്ള കോർഡിനേഷൻ എൻഷുർ ചെയ്യുന്നതിലൂടെ ഈ റിസോഴ്സ് റിക്വയർമെന്റുകൾ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ലബോറട്ടറികളുടെയും കാര്യങ്ങളുടെയൊക്കെ റിക്വയർമെന്റുകൾ വലിയ രീതിയിൽ കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ലബോറട്ടറീസ് ഒക്കെ ഈ ഡിഫറെന്റ് ഫീൽഡുകളിലുള്ള, ഇപ്പോൾ ഈ എൻവയോൺമെന്റുമായിട്ടും ബയോഡൈവേഴ്സിറ്റി ആയിട്ടും അല്ലെങ്കിൽ ആനിമൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടും ഹ്യൂമൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന എക്സ്പേർട്സിനൊക്കെ ഈ ലബോറട്ടറീസ് ഷെയർ ചെയ്യാൻ പറ്റും, അവരുടെ ഫൈൻഡിങ്സ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കുറച്ചും കൂടി സസ്റ്റൈനബിളും പ്രഡിക്റ്റബിളും ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഇനി ഇതിൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ G20 ഒരു ജോയിന്റ് ഫിനാൻസ് ആൻഡ് ഹെൽത്ത് ടാസ്ക് ഫോഴ്സ് ഉണ്ട്. അവരുടെ എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് ഇപ്പോൾ നമ്മളൊരു പാൻഡമിക് വന്നതിന് ശേഷം ആ പാൻഡമിക്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നതും അത് ഈ വൺ ഹെൽത്ത് അപ്രോച്ചിലൂടെ അങ്ങനെ ഒരു പാൻഡമിക് വരാതെ തടഞ്ഞു നിർത്തുന്നതും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പാൻഡമിക് വന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വർഷം ഏകദേശം $30 ബില്യൺ ചിലവാകുന്ന പറയുന്നത്. അതേസമയം ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന രീതിയിൽ ഒരു വൺ ഹെൽത്ത് അപ്രോച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു $10 തൊട്ട് $11 ബില്യൺ വരെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു പാൻഡമിക് വന്ന് അതിനെ നേരിടുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് ലാഭകരമാണെന്നാണ് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ഈ വൺ ഹെൽത്ത് അപ്രോച്ചിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ G20 പോലുള്ള ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 2006 ഇന്ത്യൻ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സൂണോസിസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി 2021 ഇന്ത്യയിലെ ഫസ്റ്റ് കൺസോഷ്യം ഓൺ വൺ ഹെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 27ഓളം ഓർഗനൈസേഷൻസിന് ഡിഫറെന്റ് മിനിസ്ട്രീസിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടുവരാനും, അതുകൂടാതെ ഏകദേശം ഈ ഇന്ത്യയിലുള്ള 5ഓളം ട്രാൻസ്ബൗണ്ടറി ആനിമൽ ഡിസീസസിനെയും 10 സെലക്റ്റഡ് സൂണോട്ടിക് ഡിസീസസിനെയും അസസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാൻസും ഇവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ 2022 ജൂണിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി അല്ലെങ്കിൽ DAHD എന്ന് പറയുന്നത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ് ഫൗണ്ടേഷനുമായിട്ടും അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസുമായിട്ടും ചേർന്നിട്ട് ഒരു വൺ ഹെൽത്ത് പൈലറ്റ് പ്രൊജക്ട് കർണാടകയിലും ഉത്തരാഖണ്ഡിലും ആരംഭിച്ചിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഇന്ത്യ ഒരു കുറച്ചും കൂടി ഒരു വൈഡർ ആയിട്ടുള്ള ഒരു നാഷണൽ വൺ ഹെൽത്ത് മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഓഫീസ് ഓഫ് ദി പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോർ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ കോർഡിനേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ വൺ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവ്സിനെയും കോർഡിനേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് ബോട്സ്വാനയാണ്. സോ അപ്പോൾ ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ബോട്സ്വാനയിൽ വലിയ രീതിയിൽ ആനകളുടെ എണ്ണം പെരുകിയിട്ടുള്ളതുകൊണ്ട് തന്നെ
ബോട്സ്വാനയിൽ നിന്ന് ഏകദേശം 20,000-ഓളം ആനകളെ ജർമ്മനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ ചില പ്രപ്പോസൽസ് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബോട്സ്വാന എന്ന് പറയുന്നത് സദേൺ ആഫ്രിക്കയിലുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഇവരുടെ അതിർത്തി മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് ഇവരുടെ സദേൺ സൈഡിലായിട്ടാണ് സൗത്ത് ആഫ്രിക്ക കിടക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ആയിട്ട് കിടക്കുന്നതും സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലായിട്ട് നമീബിയ, ഓക്കെ. അതുപോലെ തന്നെ നോർത്തേൺ സൈഡിലും നമീബിയയുടെ ചെറിയൊരു പോക്കറ്റാണ് വരുന്നത്. അതുപോലെ ഇവരുടെ നോർത്ത് ഈസ്റ്റ് ആയിട്ട് വരുന്നത് സിംബാബ്വെയാണ്, ഓക്കെ. അപ്പോൾ ഈ 3 രാജ്യങ്ങളുമായിട്ടാണ് ഇവർക്ക് അതിർത്തി ഉള്ളത്. ഇനി ഇത് കൂടാതെ സാംബിയയുമായിട്ടും ഇവർക്ക് വളരെ നാരോ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ബേസിക്കലി സാംബിയയായിട്ട് ഇവരെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാസുംഗ്ല ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഓക്കെ. അപ്പോൾ ഈ 2 രാജ്യങ്ങൾക്കിടയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ബോർഡറിന്റെ കവർ ചെയ്യുന്നതാണ് ഈ ഒരു ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.